ഇന്ന് നമ്മൾ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യുന്നത്. നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇത് നമുക്ക് അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. ആവിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എണ്ണക്കടി താല്പര്യമില്ല എന്നുള്ളവർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതുപോലുള്ളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ്ക്ക് പകരം നമുക്കിതിലേക്ക് ഡാൽഡയോ വെളിച്ചെണ്ണയോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഒരു 10 കാഷ്യൂ നട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം കാഷ്യൂ നട്ട് ഒന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസും ഇല്ലെങ്കിൽ നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതാ തേങ്ങ ഈ ഒരു രീതിയിൽ ഈ ഒരു കളറിൽ കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴമാണ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പഴം ഒന്ന് വേവിച്ചെടുക്കണം. പഴം ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ഇതുപോലെ ഒന്ന് വഴറ്റി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ പഴം നന്നായിട്ട് വെന്ത് ഈ ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ ഒരു 3 ഏലക്ക നന്നായിട്ടൊന്ന് കുത്തിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ 1.5 അണി ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് വലിയ ശർക്കര ആയതുകൊണ്ടാണ് 1.5 എടുത്തത്. ചെറിയ ശർക്കരയാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം ഒക്കെ എടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഇതുപോലെ ജസ്റ്റ് ഒരു ഫോർക്ക് കൊണ്ടൊന്ന് പൊടിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉരുക്കി കിട്ടും. ഇവിടെ ശർക്കര നന്നായിട്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ബൗളെടുത്ത് അതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടി വെച്ചിട്ടും ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇനി ഇതിലേക്ക് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ശർക്കരപ്പാനി മാത്രം പോരാ, വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഗോതമ്പ് പൊടിയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുറുകിപ്പോവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ മാവിരിക്കേണ്ടത്. ഒരുപാടങ്ങ് ലൂസായി പോകരുത്. അപ്പോൾ നമുക്കിത് ആവി കയറ്റിയെടുക്കുമ്പോൾ നന്നായിട്ട് കിട്ടൂല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പഴത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഈ പഴത്തിൻ്റെ കൂട്ട് ചേർത്തപ്പോൾ മാവ് ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പിൽ ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. മൊത്തത്തിൽ 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഈ ബാറ്ററി ഇരിക്കേണ്ടത്. ഒരുപാടങ്ങ് ലൂസായി പോകരുത്.
ഇനി നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ആ പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ബട്ടർ പേപ്പറിന് പകരം വാഴയില വെച്ച് കൊടുക്കാവുന്നതാണ്. വാഴയില വെക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവറും കിട്ടും. ഇനി ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതുപോലൊരു ടൂത്ത് പിക്കോ സ്ക്വയറോ വെച്ചിട്ട് ഹോളിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്നാക്കിലേക്ക് വെള്ളം ഇറങ്ങാതെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അതല്ലെങ്കിൽ ഇത് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആവിയുടെ വെള്ളമൊക്കെ നമ്മുടെ സ്നാക്കിലേക്ക് ഇറങ്ങും. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു തട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ഇവിടെ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ അലുമിനിയം ഫോയിൽ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ സ്ക്വയറോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ ഇത് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഇതാ കണ്ടോ, ചൂടാറുന്ന സമയത്ത് പ്ലേറ്റിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. നമ്മൾ കത്തി കൊണ്ട് വിടുവിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അടിയിൽ ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേറ്റിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. അടിയിൽ നമ്മൾ വാഴൻ്റെ ഇല വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ റെഡിയായി കിട്ടും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ പഴവും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ തേങ്ങയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്